ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അംബർല ഗൗണിൽ ഫുൾ അംബർല എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതാണ് ഞാൻ ചെയ്തിട്ടുള്ള ഗൗണ്. അതിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. കുറേ ആളുകൾ എപ്പോഴും എൻ്റെ അടുത്ത് സംശയം ചോദിക്കുന്നതാണ്. ഫുൾ അംബർലയും സെമി അംബർലേൻ്റെ ഒക്കെ ഡൗട്ട്സ് എപ്പോഴും തീരാത്തൊരു വിഷയമായിട്ടാണ് കിടക്കാറുള്ളത്. എൻ്റെ ക്ലാസ്സിലാണെങ്കിലും അല്ലാതെയൊക്കെ സംശയം ചോദിക്കുന്നൊരു ഭാഗമാണ്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് 6 മീറ്റർ ക്ലോത്താണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എപ്പോഴും ഒരു എന്താ പറയുക, ഫ്ലോയി ആയിട്ട് ഒഴുകി നിൽക്കുന്ന ടൈപ്പ് തുണിയാണ് അംബർല ഗൗൺ ചെയ്യാൻ ഏറ്റവും നല്ലത്. സ്റ്റിഫായി നിൽക്കുന്നതിനേക്കാളും ഭംഗി എപ്പോഴും ഉണ്ടാകുക, അതായത് ആൾക്ക് നീളവും ഒക്കെ നല്ലോണം തോന്നിക്കുന്ന ഒരു സംഗതി ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയലാണ്. പിന്നെ ഷോളിന് വേണ്ടിയിട്ടും സ്ലീവിന് കൊടുക്കാനാണ് ഞാൻ ലേസ് എടുത്തിട്ടുള്ളത്. ബ്ലാക്ക് ക്ലോത്ത് പർദ്ദ ക്ലോത്താണ് ഷോളിന് എടുത്തിട്ടുള്ളത്. അതിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ക്ലോത്ത് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് എന്താണോ സൗകര്യം അതിനനുസരിച്ചുള്ള ക്ലോത്തുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ 6 മീറ്ററാണ് മെയിൻ ക്ലോത്ത് എടുത്തിട്ടുള്ളത്. 6 മീറ്റർ ക്ലോത്ത് ഉണ്ടാകുമ്പോഴേ നമുക്ക് എല്ലാം, അതായത് സ്ലീവും ബോഡി പാർട്ടും ഈ സ്കേർട്ട് പാർട്ടും കംപ്ലീറ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഞാൻ ഈ 6 മീറ്റർ ക്ലോത്തിൽ നിന്ന് ആദ്യം തന്നെ സ്ലീവിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കുകയാണ്. സ്ലീവ് നോർമൽ വേണ്ട ലെങ്ത്തിനാക്കാനും തയ്യൽ തുമ്പ് കൂട്ടിയെടുക്കണം, കുറച്ചധികം കൂട്ടിയെടുക്കണം. നമ്മൾ 2 സ്ഥലത്ത് ലേസ് അധികം കൊടുക്കുന്നതുകൊണ്ട് അവിടെയൊക്കെ കുറച്ചായിട്ട് തയ്യൽ തുമ്പിലേക്ക് പോകും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക. എത്രത്തോളം ലെങ്ത്ത് വേണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഫുള്ള് വേണോ 3/4 വേണോ എന്നുള്ളതൊക്കെ തീരുമാനിച്ച് അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ സ്ലീവ് ഞാൻ ആദ്യം കട്ട് ചെയ്തെടുത്തു. എനിക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് 24 വേണ്ടത്. അപ്പോൾ ഞാൻ 25.5 ഇഞ്ച് എടുത്തിട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ബോഡി പാർട്ടിന് ഞാൻ വീതി 4 ഫോൾഡിൽ 12.5 13 എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചധികം എടുക്കുന്നത് ഉള്ളിൽ തയ്യൽ തുമ്പ് ഞാൻ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യും, നൂല് പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തയ്ക്കുമ്പോൾ കുറച്ച് തുണി അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ താഴെ നിന്ന് മേലോട്ടേക്ക് അളവ് എടുത്ത് നമുക്ക് വേണ്ട നീളം എടുക്കുക. അപ്പോൾ എന്താവും, ഈ മേലെ ഈ ഫോൾഡിങ് വശം ഉണ്ടല്ലോ, അവിടെ കുറച്ച് അധികം തുണി വീതിക്ക് തന്നെ കിട്ടും. മേലേയും താഴോട്ടേക്ക് എടുക്കുമ്പോൾ 2 പീസായിട്ടല്ലേ കിട്ടും, ഒറ്റ പീസായിട്ട് കിട്ടും. അതിൽ നമുക്ക് കഴുത്തിന് വേണമെങ്കിൽ കഴുത്തിന് വെക്കാനുള്ള പീസൊക്കെ കട്ട് ചെയ്തെടുക്കാൻ ആ തുണി കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് സ്റ്റിച്ച് ചെയ്ത് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്ത് ശീലിച്ച് കഴിഞ്ഞാൽ തുണി എത്രയോ നമുക്ക് വേസ്റ്റ് ആവാതെ നോക്കാൻ പറ്റും കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക, മറന്നു പോകുന്നവരാണ് നോട്ട് ചെയ്യുക. അപ്പം ബോഡി പാർട്ട് കട്ട് ചെയ്ത് മാറ്റി ഫ്രണ്ടും പാർട്ടുമാണിത്, ഫ്രണ്ട് ബാക്ക് പാർട്ടുകളാണ് കാണുന്നത് കേട്ടോ. ഇനി അതിലേക്ക് വേണ്ട നെക്കിൻ്റെ പീസ് അത് ഞാൻ പറഞ്ഞില്ല, മേലെ തുണി സേവ് ചെയ്തിട്ട് കരുതി വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തില്ലേ, അതിൽ നിന്നാണിപ്പോൾ ഈ പീസ് കട്ട് ചെയ്തത്. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ട്, നമ്മളെ മെയിൻ പാർട്ട്, നമ്മളെന്താ ക്ലാസ്സിൽ പഠിക്കുന്ന പാർട്ട്. ഇത് തുണീനെ ഞാൻ 4 ആക്കി മടക്കിയിട്ടുണ്ട്. ഇപ്പോൾ തുണീൻ്റെ വീതി 42 ഇഞ്ചാണ്. ക്രേപ്പായതുകൊണ്ടാണ് 42, ബാക്കിയുള്ളത് 44 ഉണ്ടാവും. 60 ഇഞ്ചുള്ള തുണിയാണെങ്കിൽ 60 ഇഞ്ചുള്ള തുണീനെ 4 ആക്കി മടക്കുക. അപ്പോൾ 4 ആക്കി മടക്കുമ്പോൾ നമ്മളിതിൻ്റെ നീളം കണക്കാക്കണം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വേസ്റ്റിൽ കട്ട് ചെയ്ത് പോകും. ആ കട്ട് ചെയ്ത് പോകുന്നതിൻ്റെ നീളവും പിന്നെ നമുക്ക് വേണ്ട നീളവും അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ എടുക്കാൻ. മനസ്സിലായില്ലേ? ഇങ്ങനെ വേസ്റ്റ് പാർട്ട് റേഡിയസ് കണ്ടിട്ടാണ് ഈ ഭാഗത്തിന് നമ്മൾ അടയാളപ്പെടുത്തുക. നമുക്ക് വേസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ബോഡി പാർട്ട് വെച്ചിട്ട് ആ അളവ് കണക്കാക്കിയിട്ടും എടുക്കാം. പിന്നെ അവിടെ നിന്ന് താഴോട്ടേക്ക് നമുക്ക് എത്ര ലെങ്ത്ത് വേണം. ഇപ്പോൾ നമുക്ക് സ്കേർട്ട് പാർട്ടിന് 40 വേണ്ടത് വെച്ചാൽ മേലെ തയ്യൽ തുമ്പിന് 1/2 ഇഞ്ചും താഴെ തയ്യൽ തുമ്പിന് 1/2 ഇഞ്ചുമായിട്ട് 1 ഇഞ്ച് അധികം കൂട്ടിയിട്ടാണ് എടുക്കേണ്ടത്. അങ്ങനെ ഈ റേഡിയസിൻ്റെ അരൻ്റെ അവിടെയുള്ള ഇതും ഒക്കെ കറക്റ്റ് പോയിൻറ്റുകൾ അടയാളപ്പെടുത്തി ഇങ്ങനെ റൗണ്ട് ഷേപ്പ് വരച്ച് കൊടുക്കുക. അതിലേക്ക് കൂടി കട്ട് ചെയ്യുക. ഞങ്ങൾക്ക് പേപ്പറിൽ വിശദമായിട്ട് പറഞ്ഞുതരാം. ഈ തുണി മടക്കുന്ന സമയത്ത് റേഡിയസ്, അതായത് ആ തുണി മടക്കിയപ്പോൾ നമ്മൾ വേസ്റ്റിനും കട്ട് ചെയ്ത് പോകുന്ന ഭാഗമല്ലേ, ആ ഭാഗത്തേക്ക് ഇപ്പോൾ റേഡിയസ് കിട്ടി നമുക്കൊരു 5 വിചാരിക്കുക. ആ 5 കൂടെ നമുക്ക് 40 ഇഞ്ച് നീളം, അപ്പോൾ 45, 1 ഇഞ്ച് തയ്യൽ തുമ്പ്, അപ്പോൾ 46 ഇഞ്ച് നീളത്തിൽ വേണം തുണിനെ മടക്കിയിടാൻ. എല്ലാ വശവും 46 ഇഞ്ച് കിട്ടുന്ന രൂപത്തിൽ. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, തുണിക്കാകെ 42 ഇഞ്ച് വീതിയാവുന്നത് കൊണ്ട് അത്രയും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ലെങ്ത്ത് കുറച്ചിട്ടാണ് എടുത്തത്. അടിയിൽ പാൻറ്റ് കൊടുക്കുന്ന രൂപത്തിൽ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചതും. അതുകൊണ്ടാണ് ഈ തുണി സെലക്ട് ചെയ്തത്. ഇപ്പോൾ ഇത് രണ്ടിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഒരു പീസ് ഫ്രണ്ടിലേക്കുള്ളതും ഒരു പീസ് ബാക്കിലേക്കുള്ളതുമായിട്ടാണ് വരിക. കണ്ട, ഇതിൻ്റെ ഈ അറ്റം മടക്ക് വശമാണ്. അപ്പം
2 സൈഡുകളിൽ മാത്രമാണ് ജോയിൻ്റ് ഉണ്ടാവുള്ളൂ. മടക്കിയിട്ട് തുണി നമ്മൾ 4 ആക്കിയിട്ടാണല്ലോ മടക്കിയിട്ടത്. അപ്പോൾ നമ്മൾ ഈ സ്കേർട്ട് പാർട്ടിന് കട്ട് ചെയ്ത ഭാഗത്തിന് മാറ്റിയേക്കുക. ഞാനിപ്പോൾ അതിൻ്റെ വിശദമായിട്ട് പറഞ്ഞുതരാം. എൻ്റെ വേസ്റ്റ് 34 ഫുൾ സർക്കിൾ അമ്പറിലൊക്കെ ചെയ്യേണ്ട രൂപമാണ്. 34 കൂടെ 4 ഇഞ്ച് തയ്യൽ തുമ്പിന് കൂട്ടുക. അപ്പം 38 വന്ന്. ഈ 38നെ 6.28 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 38 വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ല. 4 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയതാണ്. അപ്പോൾ 38 ഡിവൈഡഡ് ബൈ 6.28. 6.28 എന്നുള്ളത് എല്ലാവർക്കും ഒരുപോലെയാണ് കേട്ടോ. വലിയവരായാലും കുട്ടികളായാലും ഒക്കെ അതേ അളവ് തന്നെയാണ്. എന്ത് ചെയ്യുമ്പം ഫുൾ അംബ്രല ചെയ്യുമ്പം അത് ഹാഫ് അംബ്രല അഥവാ സെമി അംബ്രലയാണ് നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ 6.8 പകരം 3.14 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, ഹരിക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് എല്ലാവർക്കും എത്ര ചെറിയ കുട്ടിയാണെങ്കിലും എത്ര വലിയ ആളാണെങ്കിലും ഈ 6.28 എന്നുള്ളത് സ്ഥിരമായിട്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ 6.28 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6.05 കിട്ടുക. ആ 6.05 ഈ ഒരു കർവാക്കിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അവിടെ നിന്ന് താഴോട്ടേക്കാണ് നമുക്ക് വേണ്ട നീളം. ഡ്രസ്സിന് സ്കേർട്ട് പാർട്ടിന് എത്ര നീളം വേണോ ആ നീളവും അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂട്ടിയിട്ടുള്ള പോയിൻറ്റുകൾ അടയാളപ്പെടുത്തിയിട്ടാണ് ഞാൻ ആ കുത്തിട്ട ഭാഗം ചെയ്തത്. അപ്പോൾ തുണിയാണെങ്കിൽ ഇങ്ങനെ മടക്കുക, ഒന്നുകൂടി ഇങ്ങനെ മടക്കുക. അപ്പം ആ 6.5 നമുക്കിവിടെ റേഡിയസ് കിട്ടിയത്. അതും അതിൻ്റെ കൂടെ 40 ഇഞ്ചിൻ്റെ നീളവും 1 ഇഞ്ചും. അപ്പം എത്രയായി? 6ഉം 40, 46ഉം 1ഉം 47 ഇഞ്ച് നീളം വേണം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ. അപ്പോൾ 47 ഇഞ്ച് കിട്ടണമെങ്കിൽ നമ്മൾ എന്താക്കണം? പിന്നെ വലിയ തുണി തന്നെ എടുക്കണം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞില്ലേ, നീളം കുറഞ്ഞു പോകുന്നുണ്ട്. ഞാനിപ്പോൾ എടുത്തതിൽ നീളം കുറച്ചാക്കിയിട്ട് എടുത്തത് തന്നെയാണ്. കാരണം ഈ അടിയിലൊരു പാൻറ് ഇടുന്ന രൂപത്തിൽ. ഇനി ഇതിൻ്റെ വേസ്റ്റ് പാർട്ടും ഇതും ഇങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പം എന്താവും? 60 ഇഞ്ചുള്ള തുണിയാകുമ്പോൾ നമുക്ക് ആ വേസ്റ്റിൽ കട്ട് ചെയ്യുന്ന അവിടെ നിന്ന് എടുക്കാൻ പറ്റും കേട്ടോ. ബോഡി പാർട്ടും സ്ലീവും ഒക്കെ. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ 2 പീസായിട്ട് ഇങ്ങനെ ഉണ്ടാവും. 2 പീസും കൂടുമ്പോൾ ഒരു ഫുൾ സർക്കിൾ വട്ടം കിട്ടിയില്ലേ? അതാണ് ഫുൾ സർക്കിൾ അംബ്രല എന്ന് പറയുന്നത്. 2 സൈഡിലും ജോയിൻ്റ് ആക്കി കൊടുക്കുക ചെയ്യുക. ഇപ്പോൾ ഈ ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഇനി അതേപോലെ തന്നെ നമ്മൾ പിന്നെ എടുക്കുകയാണ് എന്ത്? കുട്ടികൾക്ക് നമ്മൾ ചെയ്യണ സമയത്ത്, ചെറിയ കുട്ടികൾക്ക് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ തീരെ ജോയിൻ്റ് വരാതെ ഫുൾ വട്ടത്തിൽ തന്നെ നമുക്ക് ആ ഒരു അംബ്രലനെ കിട്ടും. അപ്പോൾ നമ്മൾ എന്താക്കണ്ടേ? കുട്ടികൾക്ക് എടുക്കുന്ന സമയത്ത് മേലോട്ടും താഴോട്ടും മടക്കിയിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതേപോലെ 4 ലെയറാക്കിയിട്ട് നമ്മൾ 4 ലെയറാക്കിയിട്ട് ചെയ്യുന്നത് ഇനി റേഡിയസ് കാണാതെ ചെയ്യണം. ആദ്യം പറഞ്ഞുതരാം. ഇങ്ങനെ നമ്മൾ ബോഡി പാർട്ട് എടുത്തിട്ട് ഈ അടയാളം എവിടെയാണോ നമുക്ക് ബോഡി പാർട്ടിന് കണക്കാക്കിയിട്ടുള്ള വീതി കിട്ടുന്നത് അവിടെ അങ്ങോട്ട് പോയിൻ്റ് അടയാളപ്പെടുത്തുക. എന്നിട്ട് ആ കോണറിൽ നിന്ന് അവിടേക്ക് എത്ര നീളം എന്നുള്ളത് എല്ലാ പോയിൻറ്റുകളും ഇങ്ങനെ അടയാളപ്പെടുത്തി ഇങ്ങനെ അതിനെ യോജിപ്പിച്ച് കൊണ്ട് ആക്കാം. ചില ആളുകൾക്ക് ഈ റേഡിയസ് കാണാൻ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊന്നും ബുദ്ധിമുട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ ചില ആളുകൾക്ക് അതിനോടൊരു യോജിപ്പില്ലാത്ത പോലെയാണ്. എന്നോട് സംശയം ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് എന്താക്കാം? ഈ ബോഡി പാർട്ട് ആദ്യം കട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് അതിങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് ഫുള്ളാക്കാം. അപ്പോൾ എന്താവും? നമ്മളിപ്പോൾ 60 ഇഞ്ച് വീതിയിലെ തുണി എടുത്തിട്ടാകുമ്പം ഈ കട്ട് ചെയ്യൽ ആദ്യം നടക്കുള്ളൂ. റേഡിയസ് കണ്ടാലേ ആദ്യം നടക്കുള്ളൂ. ഇനി കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ തുണീനെ വീതിക്കൊന്ന് മടക്കി ഇതേപോലെ നീളത്തിലും ഒന്ന് മടക്കുക. എന്നിട്ട് അപ്പോൾ 22 ഇഞ്ച് ഉണ്ടാവും തുണീൻ്റെ വീതി. അപ്പോൾ ചെറിയ കുട്ടിയൊക്കെ ഒരു 16 ഇറക്കാൻ വേണ്ടിയവർക്കാണ് സുഖമായിട്ട് ഇതിൽ നിന്ന് ഇങ്ങനെ റൗണ്ടിൽ തന്നെ, അതായത് നീളം 22 ഇഞ്ച് ഓൾറെഡി ഉണ്ടല്ലോ. വേസ്റ്റിൻ്റെ അവിടത്തെയും പോയി തയ്യൽ തുമ്പൊക്കെ കൂട്ടിക്കഴിഞ്ഞിട്ടാകുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ ഫുള്ളായിട്ട് ഇതിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ ഒരു വട്ടത്തിൽ തന്നെ ഒരു പപ്പടത്തിന് നടുവിലൊരു വട്ടം കട്ട് ചെയ്തെടുത്ത പോലത്തുള്ള പീസായിട്ട് നമുക്ക് എന്ത് കിട്ടും? ഈ തുണീനെ കിട്ടും. അത് അങ്ങനെ ചെയ്തിട്ടുള്ള ഡ്രസ്സ് കാണാൻ നല്ല രസമാണ്. ഒരു മിനി സ്കേർട്ട് പോലെ കുഞ്ഞി ഇറക്കല മുട്ട് വരെയുള്ള സ്കേർട്ടൊക്കെ കുട്ടികൾക്ക് തയ്ച്ചിട്ടിട്ടാകുമ്പോൾ നല്ല രസമാണ്. ഈ ഒഴുക്കൻ തുണിയിട്ടായാലും പിന്നെ ഇതായിട്ട് കിടക്കുന്ന സമയത്ത് ഉടുപ്പിൻ്റെ കൂടെ നെറ്റിലൊക്കെ ചെയ്ത് നല്ല ഭംഗി ഉണ്ടാവും കാണാനും. അത് നിവർത്തി എടുക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ ഉണ്ടാവും. ഫുൾ നടുവിലൊരോട്ട, പിന്നെ ഫുൾ വട്ടത്തിൽ.
അപ്പം നമുക്ക് ഡ്രസ്സിലേക്ക് ചെയ്യുമ്പം ബോഡി പാർട്ടിനെ നമ്മൾ എല്ലാ പണിയും തീർത്ത് വെക്കണം. എല്ലാ പണിയും തീർത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ഷോൾഡർ ജോയിൻ ചെയ്ത് കഴുത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് കൈ വെച്ച് എന്നിട്ട് ഈ 2 സൈഡും കൂട്ടിക്കൊടുക്കുക. ബോഡി ഷേപ്പിനനുസരിച്ച് കൂട്ടിക്കൊടുക്കുക. അപ്പോൾ എന്തായി താഴെ ഒരു വട്ടം പോലെ ആയിട്ട് വരും. ആ വട്ടവും ഈ സ്കേർട്ടിൻ്റെ വട്ടവും തമ്മിൽ വെച്ച് നല്ല വശം ചേർത്ത് വെച്ചിട്ട് അങ്ങോട്ട് തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്യുക. ഇനി അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവർക്ക് ഇതിങ്ങനെ ഇപ്പോൾ 2 സൈഡും കട്ട് ചെയ്തിട്ട് ഫ്രണ്ടിലും ബാക്കിലും ആക്കിയിട്ട് പിന്നെ അരവണ്ണത്തിൻ്റെ അവിടെ വെച്ച് തയ്ച്ചിട്ട് സൈഡ് ജോയിൻ ചെയ്യാം. പക്ഷെ വൃത്തി എപ്പോഴും ഉണ്ടാവുക ഫുൾ സർക്കിളിലുള്ളതാണ്. നമുക്ക് വലിയ ആളുകൾക്ക് ഫുൾ സർക്കിൾ അങ്ങനെ കിട്ടാത്തത് കൊണ്ടാണ് ഈ സൈഡിൽ ജോയിൻ്റ് ആക്കി വരുന്നത്. ഇനി സെമി അംബ്രലയും ഹാഫ് അംബ്രലയും, സെമി അംബ്രല അല്ലെങ്കിൽ ഹാഫ് അംബ്രല എന്നുള്ളത് നമ്മൾ ചെയ്യുമ്പം തുണീനെ ഒറ്റ മടക്കേ മടക്കുള്ളൂ. നമ്മൾ നേരത്തെ 2 തവണ മടക്കിയില്ലേ, അപ്പോൾ 4 പീസായി. ഇതിപ്പോൾ ഒറ്റ മടക്കുമ്പോൾ 2 പീസ്. എന്നിട്ട് അവിടെ നിന്ന് റേഡിയസിൻ്റെ അളവ് കണ്ട് പിന്നെ നമുക്ക് വേണ്ട നീളവും അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് ആ അളവും അടയാളപ്പെടുത്തിയിട്ടാണിത് വരച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിത് സെമി അംബ്രല ചെയ്യുന്ന സമയത്ത് ഈ 38നെ 3.14 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുക. കാരണം എന്താ, തുണി 2 മടക്കിലേ ഉള്ളൂ. അപ്പോൾ 3.14 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 12.1 കിട്ടുക. അപ്പം നേരത്തെ കിട്ടിയതിൻ്റെ ഇരട്ടി വന്നില്ലേ. കാരണം ഹരിക്കുന്ന സംഖ്യ ചെറുതായപ്പം അതിൻ്റെ ഹരണഫലം, അതായത് അതിൻ്റെ റിസൾട്ട് വരുമ്പം കൂടി. ആ കൂടുമ്പോൾ നമ്മൾ വേസ്റ്റിൻ്റെ അവിടേക്കുള്ള വട്ടം, ഈ കോർണറിൽ നിന്ന് റേഡിയസ് കാണുന്നതിൻ്റെ വട്ടം കൂടും. അപ്പോൾ എന്താവും, തുണി 44 ഇഞ്ച് ഉള്ള തുണിയിലെടുക്കുമ്പോൾ ഒക്കെ നമുക്ക് സൈഡിലൊരു ജോയിൻറ്റ് വേണ്ടി വരും. ഓക്കെ. അപ്പോൾ ഇനി ഫുൾ അംബ്രലക്ക് ഉള്ളതും സെമി അംബ്രലക്ക് ഉള്ളതും നിങ്ങളെപ്പോഴും നോട്ട് ചെയ്ത് വെക്കുക. അത് നിങ്ങളെ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ഇതിൽ എഴുതി വെക്കുക, നോട്ട് പോലെ എഴുതി വെക്കുക. ഫുൾ അംബ്രലക്ക് എപ്പോഴും 6.28 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. റേഡിയസ് എന്നാണ് കേട്ടോ അതിന് പറയുക. സെമി അംബ്രലക്ക് 3.14 കൊണ്ട്. ഇത് എപ്പോഴും ഇത് തന്നെ ആയിരിക്കും. ഈ ഒരൊറ്റ അളവ് തന്നെ, ഇതിന് മാറില്ല. അത് കുട്ടികളായാലും വലിയവരായാലും തടിയുള്ളവരായാലും മെലിഞ്ഞവരായാലും ഒക്കെ ഫുൾ അംബ്രലക്ക് ഡിവൈഡ് ചെയ്യേണ്ടത് വേസ്റ്റ് റൗണ്ടിൻ്റെ കൂടെ 4 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് ഡിവൈഡ് ചെയ്യാവൂ 6.28 കൊണ്ട്. അത് സെമി അംബ്രല ആണെങ്കിൽ 3.14 കൊണ്ട്. അപ്പോൾ നമ്മൾ ഇത് കണക്ക് കൂട്ടി ചെയ്യുന്നവരെപ്പോഴും 2-3 തവണ വെച്ച് ഇലക്ക് മനസ്സിലാക്കി അതൊന്ന് നോക്കിയിട്ട് മാത്രമേ കട്ട് ചെയ്യാവൂ. കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ റേഡിയസിൻ്റെ അവിടെ പോയിൻ്റ് കാണുമല്ലോ, ആ പോയിൻ്റ് കണ്ടേ നമ്മൾ ടാപ്പ് വെച്ച് ഇങ്ങനെ അളന്ന് നോക്കുക. അപ്പം നമ്മൾ വേസ്റ്റ് റൗണ്ടിൻ്റെ 4/1 ഭാഗവും അതിൻ്റെ തയ്യൽ തുമ്പും കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പം ഇത് ഫുൾ അംബ്രലയാണോ സെമി അംബ്രലയാണോ എന്നുള്ളത് നോക്കിയിട്ട് ഇതിനനുസരിച്ചിട്ട് ഡിവൈഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആ ഭാഗം മനസ്സിലായല്ലോ. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ബാക്കിയിലേക്ക് പോകാം. കഴുത്തിൻ്റെ നല്ല വശം വെച്ചിട്ട് കഴുത്തിന് വെക്കുന്ന പീസ് അവിടെ വെച്ച് തയ്ച്ച് കൊടുക്കുക. എന്നിട്ടിങ്ങനെ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തിട്ട് നല്ല വശത്തേക്ക് മറിച്ച് ഫിനിഷാക്കിയിട്ട് പിന്നെ ബാക്ക് നെക്ക് പീസ് അവിടെ വെച്ച് തയ്ച്ചിട്ട് പിന്നെ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ എപ്പോഴും എല്ലാവർക്കും പ്രശ്നം വരുന്ന പാർട്ടാണ്. പലരും ഇന്നലെയും എനിക്ക് സംശയമായിട്ട് ചോദിച്ചിട്ടുണ്ട്, അവിടെ ഷോൾഡർ കുറച്ച് നീങ്ങിപ്പോകണമെന്ന്. ഈ നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഷോൾഡർ നല്ല വശം ചേർത്ത് വെച്ച് ആ ബാക്ക് നെക്കിൻ്റെ പീസ് പുറത്തേക്ക് എടുത്തിട്ട് ഇങ്ങനെ പിൻ കുത്തി കൊടുക്കുക. പിൻ കുത്തി കൊടുക്കുമ്പം നമ്മൾ മെഷീനിലേക്ക് വെച്ച് അങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നീങ്ങിപ്പോരില്ല. പിന്നെ കുത്താതെ നമ്മൾ കൈ കൊണ്ട് അവിടെ വെക്കുന്ന ആ പണിൻ്റെ ഇടയിലേ കൂടിയാണ് ഉള്ളിലത്തെ പീസ് ഇങ്ങോട്ട് നീങ്ങിപ്പോണത്. എന്നിട്ടാണ് തയ്ച്ച് വരുമ്പം ഇത് നിവർത്തുന്ന സമയത്ത് ഒന്ന് കുറച്ച് പുറത്തേക്ക് തള്ളിയ പോലെ നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരുന്നത്. കണ്ടോ, ഈ ഉള്ളിൽ വെക്കുന്നത് കറക്റ്റ് അവിടെ തന്നെ ആവണം. ഈ നെക്കിൻ്റെ സ്റ്റിച്ചിൻ്റെ അവിടെ തന്നെ വരാനാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഒരു പിന്നെ കുറച്ച് താഴോട്ട് പിന്നെ കുത്തി കൊടുത്താൽ അത് അനങ്ങൂലല്ലോ. അങ്ങനെ തന്നെ തുടക്കക്കാർ ചെയ്യുക. എക്സ്പേർട്ട് ആയിക്കഴിഞ്ഞാൽ അതൊന്നും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവില്ല. പിന്നെ ഞാൻ ഇതിന് ഫ്രണ്ട് കൈക്കുഴി കുറച്ച് കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. 1/2 ഇഞ്ച് ഉള്ളിലേക്ക് കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഷോൾഡർ ജോയിൻ ചെയ്ത് ഫിനിഷാക്കി അതിന് ശേഷമാണ് ബാക്ക് നെക്കിന് പതിച്ചടിക്കുക. ചിലർ പതിച്ചടിക്കുക എന്ന് പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലാവാത്ത അവസ്ഥ പറയാറുണ്ട്. ഈ ഭാഗത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നതിനാണ് പതിച്ചടിക്കുക എന്ന് പറയുന്നത്. പതിച്ചടിക്കുക അത് അവിടെ പതിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട്, അതായത് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിച്ചാണത്.
അതുകൊണ്ടാണ് അതിനങ്ങനെ പറയുന്നത്. പിന്നെ താഴെയും തുണി പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തുന്നം ചെയ്യാം. ഇനി കൈയിൻ്റെ പണിയിലേക്ക് നോക്കാം. നമ്മൾ ഈ ലേസാണ് അതിന് വെക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലേസ് വെക്കാം, അല്ലെങ്കിൽ അതിന് പകരം ബീഡ്സ് തുന്നി പിടിപ്പിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ ലേസിനെ താഴെ വശത്ത് 3 ലെയറായിട്ടാണ് ലേസ് ഞാനിതിൽ കൊടുക്കുന്നത്. നിങ്ങൾക്ക് 3 or 4 എത്രയാണോ നിങ്ങളിഷ്ടം അതിനനുസരിച്ച് ചെയ്യാം. ലേസ് വെക്കുമ്പം ഭാഗം മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ലേസിൻ്റെ നല്ല വശമാണ് തുണിയുടെ നല്ല വശത്ത് തൊട്ട് നിൽക്കുന്നത്. ഇപ്പോൾ പുറത്തേക്ക് മേലോട്ട് കാണുന്ന വശം ചീത്ത വശമാണ്. ലേസ് നോക്കിയാൽ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, അതിൻ്റെ ഫിനിഷിങ്ങിൽ മനസ്സിലാക്കാൻ പറ്റും. നല്ലോണം ഒന്ന് നോക്കിയാൽ മതി. വർക്ക് ചെയ്തെടുത്ത് കുറച്ച് എന്താ പറയുക, ഒരു വൃത്തിയില്ലാത്ത രൂപത്തിൽ കാണും ചീത്ത വശത്ത്. അപ്പോൾ ഇങ്ങനെ മടക്കിയിട്ട് ആദ്യം ഈ വശത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത്, ഇപ്പോൾ നല്ല വശത്താണ് കേട്ടോ സ്റ്റിച്ച് വരുന്നത്, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. സാധാരണ പോലെയല്ല, നല്ല വശത്താണ് സ്റ്റിച്ച് വരുന്നത്. ഇങ്ങനെ ഫുള്ളായിട്ട് അറ്റത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പുറത്തേക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ലേസിൻ്റെ നല്ല വശം പുറത്തേക്ക് കാണുന്ന രൂപത്തിൽ ഡ്രസ്സ് വരിക. ഓക്കെ, അതൊക്കെ ഈ തുടക്കക്കാരാണെങ്കിൽ നിങ്ങളൊന്ന് നോട്ടിൽ എഴുതി വെക്കുക. 1-2 തവണ നിങ്ങളിങ്ങനത്തെ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പം അത് പിന്നെ നിങ്ങൾക്ക് മറന്നു പോവാതെ മാറിപ്പോവാതെ നിങ്ങൾ മനസ്സിൽ ഉറച്ചു പോയിക്കോളൂ കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണത് എപ്പോഴും നല്ലതാണ്. നിങ്ങൾക്ക് വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്തും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ഞാൻ ഗ്യാപ്പ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 5 ഇഞ്ചിൻ്റെ ഗ്യാപ്പ് വിട്ടിട്ട് ആണ് 2 ലേസും കൊടുക്കുന്നത്. ഇവിടെ ലേസ് കൊടുക്കുന്ന സമയത്തും അതേപോലെ തന്നെ പിന്നെ ചീത്ത വശം പുറത്തേക്ക് വരുന്ന രൂപത്തിലാണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അങ്ങോട്ടേക്ക് ഇപ്പുറത്തേക്ക് പതിച്ച് ചെയ്യുക. ഓക്കെ, ഇതിപ്പോൾ ഞാൻ 2 ലെയർ കൊടുത്തത്. ഈ ഗ്യാപ്പ് കുറച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ ലെയറാക്കി കൊടുക്കാം, അല്ലെങ്കിൽ കൈക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ ഗ്യാപ്പിൽ ഇത്ര ഗ്യാപ്പിലാകുമ്പോൾ ഒരു 4-5 പിന്നെ ലേസാക്കി കൊടുക്കണം. അങ്ങനെയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പുതിയ ഐഡിയാസ് നിങ്ങൾ തന്നെ ക്രിയേറ്റ് എടുക്കണം. എന്നാലാണ് നമ്മളിലുള്ള ഉള്ളിലുള്ള കഴിവ് പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ 2 കൈയും ഞാൻ ഇങ്ങനെ ലേസൊക്കെ വെച്ച് റെഡിയാക്കി. ഇനി നമുക്കിത് ബോഡി പാർട്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി പഫ് സ്ലീവ് ആണ് വേണ്ടത് വെച്ചാൽ പഫ് സ്ലീവ് ആക്കി കൊടുക്കാം. ഞാനിത് നോർമൽ സ്ലീവ് തന്നെയാണ്, ലേസ് ഇങ്ങനെ വെച്ചിട്ടാണ് മാത്രം. അപ്പം ഇത്രയും ഭാഗങ്ങൾ നമ്മൾ വർക്ക് കഴിഞ്ഞ് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്തില്ലേ സ്കേർട്ട് പാർട്ട്, ഈ സ്കേർട്ട് പാർട്ട് ഈ ബോഡി പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ കണ്ടില്ലേ, നല്ല വിരിവ് വന്നിട്ടുണ്ട് സ്കേർട്ടിന്, നല്ല രസമാണ്. നല്ല നമ്മൾ സാരി ഇല്ലേ ഒരേപോലെ പിന്നെ ഇതായിട്ടുള്ള സാരി ഉണ്ടെങ്കിൽ അതിന് സ്കേർട്ട് പാർട്ടിൽ സാരി ഒരു 5.5 മീറ്ററല്ലേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് പിന്നെ കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ബോഡി പാർട്ടിനേക്ക് വേറെ എന്തൊരു പീസ് എടുത്തിട്ടാകുമ്പോൾ ആ ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയൽ നല്ല ഭംഗിയുണ്ടാവും. എന്നിട്ട് ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും തമ്മിലിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ സൈഡ് സ്റ്റിച്ച് ചെയ്യാം. ഞാൻ തയ്യൽ തുമ്പ് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഇതിലൊന്നും കൂടി പറയുകയാണ്. ഇങ്ങനെ തയ്യൽ തുമ്പുകൾ ഉള്ളിലേക്കാക്കുക. അപ്പോൾ കുറച്ചധികം തയ്യൽ തുമ്പ് അവിടെ ഉണ്ടെങ്കിലേ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് തുണിയുടെ നീളം എടുക്കുകയും വേണം കേട്ടോ. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ തയ്യൽ തുമ്പിൽ നൂലൊന്നും പോരാത്ത നല്ല വൃത്തിക്ക് കാണുന്നില്ലേ. ഇത് പലരും ട്രൈ ചെയ്തിട്ട് ഭയങ്കര പിന്നെ നല്ല റിസൾട്ടായിട്ട് പറയുന്നുണ്ട് കേട്ടോ. കാരണം നൂലിങ്ങനെ പോരുമ്പോൾ എന്നെ സംബന്ധിച്ചിട്ടുള്ള ഭയങ്കര ഒരു വൃത്തികേടും ഭയങ്കര ഇറിറ്റേഷനായിട്ടാണ് തോന്നാറുള്ളത്. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇതിൻ്റെ താഴെ ഭാഗം 4 ഇഞ്ചിലും കുറച്ചിട്ട് ആദ്യം ഒന്ന് ഫുള്ളായിട്ട് റൗണ്ട് സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് രണ്ടാമത്തെ റൗണ്ടും സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെയാണ് ചെയ്യേണ്ടത് അമ്പർലൻ്റെത് കേട്ടോ. അപ്പോൾ ഫിനിഷിങ്ങിൽ ഇങ്ങനെയാണ്. നമുക്ക് വൈറ്റ് ഷോളിൽ ഡ്രസ്സ് ചെയ്യാം, അല്ലാതെ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ താഴെ കണ്ട നല്ല ലെയറായിട്ട് കിടക്കണുണ്ടല്ലേ, നിലത്ത് തട്ടിയിട്ടാകുമ്പോൾ ഈ ലെയർ ഇത്ര കാണൂല, നിലത്ത് തട്ടാതെ. അപ്പോൾ ഇതിന് തന്നെ ഇപ്പം ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും കൂടെ കൂടിയിട്ട് ഒരു 50 ഇഞ്ചിൻ്റെ ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട്. എനിക്ക് 56 ഇഞ്ചാണ് ഡ്രസ്സിന് വേണ്ടത്, പക്ഷെ 50 കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷോള് ചെയ്യാം. ഈ ഷോളിന് ലേസ് കുറച്ച് അധികം വേണം കേട്ടോ. എനിക്ക് തോന്നുന്നത് 10-12 മീറ്റർ വേണ്ടി വരും. കാരണം 2.5 മീറ്റർ നമ്മൾ ഷോളിന് നീളം ഉണ്ടല്ലോ. അപ്പോൾ 2 സൈഡിലേക്ക് ആകുമ്പോൾ തന്നെ അവിടെ തന്നെ വന്ന 5 മീറ്റർ. പിന്നെ ചെറിയ അറ്റങ്ങൾ, പിന്നെ ഇതിന് ഞാൻ 2 ലൈൻ കൈക്ക് കൊടുത്തതുപോലെ തന്നെ 2 പാർട്ടായിട്ട് പിന്നെയും കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഷോള് എത്രയിൽ ചെയ്യണോ അതിനൊക്കെ അനുസരിച്ചിട്ട് ലേസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കാം. ഇപ്പോൾ അത് ഞാൻ ആദ്യം
ഇങ്ങനെ താഴെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 5 ഇഞ്ച് ഒരു പോയിൻ്റ് വരച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് രണ്ടാമത്തെ ലെയറിനും 5 ഇഞ്ച് വരച്ച് 5 ഇഞ്ച് ഇവിടെ 5 ഇഞ്ച് ഇവിടെ. എന്നിട്ട് ആ ലൈന് അവിടെ ഇങ്ങനെ ലൈൻ വരച്ചാൽ ബിഗിനേഴ്സിന് കുറച്ചും കൂടി സൗകര്യമാണ്. ഞാനിപ്പോൾ ഇതങ്ങനെ പോയിൻറ്റുകൾ അടയാളപ്പെടുത്തിയിട്ട് തെറ്റാതെ അതിലേക്ക് കൂടി. ഇതിലിപ്പോൾ നമ്മൾ നല്ല വശം പുറത്ത് വരുന്ന രൂപത്തിൽ തന്നെയാണ് കേട്ടോ ലേസ് വെച്ച് തയ്ക്കുന്നത്. മറ്റതുപോലെ ഇങ്ങനെ മറിച്ചിട്ട് പതിച്ച് തയ്ക്കുന്നൊന്നുമില്ല, ഇങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ലേസ് വൈറ്റ് ലേസ് ആയതുകൊണ്ട് മേലത്തെ നൂല് നമ്മൾ വൈറ്റ് എടുത്തു, താഴത്തെ നൂല് ബ്ലാക്കും എടുത്ത്. കണ്ടില്ലേ, 2 കളർ നൂലും കണ്ടില്ലേ. അടിയിലും വൈറ്റ് ആകുമ്പം ആ കറുപ്പ് തുണിയിൽ നല്ലോണം കാണുന്നത്. ഇപ്പോൾ ചെറിയ ചെറിയ ഡോട്ട് പോലെ കാണുന്നുള്ളൂ. മേലെ വൈറ്റ് തന്നെ എടുത്താലേ വൈറ്റ് നൂല് തന്നെ എടുത്താലേ അതിൻ്റെ ഭംഗിയിൽ കിട്ടുള്ളൂ. ബ്ലാക്ക് നൂലാകുമ്പോൾ എടുത്ത് കാണുമല്ലോ, ബ്ലാക്കും വൈറ്റും നൂലിനെ കണ്ടില്ലേ. അത് കംപ്ലീറ്റ് ആയിട്ട് താഴെ വരെ കൊടുക്കുക, ഇപ്പുറത്തെ ലെയറിലും അങ്ങനെ കൊടുക്കുക. അപ്പോൾ നല്ല ഫിനിഷ്. ആ 2 സൈഡിലും ചെറിയ 2 വശത്തും ഈ ലേസ് വെച്ച് തയ്ച്ച് കൊടുത്തതിന് ശേഷം മാത്രമേ ചുറ്റിലുമുള്ള ലേസ് വെക്കാവൂ. അപ്പോഴാണ് ഇതിൻ്റെ അറ്റങ്ങൾ തയ്യൽ തുമ്പിൻ്റെ ഉള്ളിലേക്ക് പോകുള്ളൂ കേട്ടോ. ഇനി ഈ അറ്റത്ത് കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചീത്തവശം പുറത്തേക്ക് വരുന്ന രൂപത്തിൽ ഇങ്ങനെ വെച്ചിട്ട് ഫുള്ളായിട്ട് 4 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. 4 സൈഡിലും ഈ ലേസിനെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ആദ്യം അവിടെ ഉറപ്പിക്കുക. ഇങ്ങനെ തന്നെ അങ്ങോട്ട് പോട്ടെ കേട്ടോ കംപ്ലീറ്റ് ആയിട്ട്. നിങ്ങൾക്കിതിൽ എന്ത് സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ അറിയാമല്ലോ, യൂട്യൂബിൽ എല്ലാ വീഡിയോസിലും എൻ്റെ നമ്പറുണ്ട്, അതിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. നമുക്ക് ഓൾറെഡി സ്റ്റിച്ചിങ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വർഷങ്ങളായിട്ട്. അപ്പം അതിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ജോയിൻ ചെയ്യാം. ഇത് ചെയ്യുമ്പോഴേക്ക് നമ്മൾ നൂല് മാറ്റിയിട്ടാ, അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ. കാരണം നമ്മളിവിടെ സ്റ്റിച്ച് വരുന്നത് കറുപ്പുമ്മലല്ലേ, അപ്പോൾ കറുപ്പ് നൂലിലേക്ക് മാറ്റി ഇങ്ങനെ കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ അറ്റത്തേക്കൂടി ഇങ്ങനെ പതിച്ചിട്ട് അറ്റത്തേക്കൂടി കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് പോരാ. എന്നിട്ട് ഇതിനെന്താ ഈ തയ്യൽ തുമ്പില്ലേ, ഈ തയ്യൽ തുമ്പിനെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റൗണ്ട് അങ്ങനെയും വരും. അപ്പോൾ നല്ല വൃത്തിയിലുള്ള ഷോളായി. ഇതിങ്ങനെ പൈപ്പിങ് ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെ ചെയ്താൽ മതി. ഓക്കെ, നമ്മളെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. വാട്സപ്പ് ക്ലാസ് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അവരെടുത്ത് എൻ്റെ നമ്പർ കൊടുത്തിട്ട് ജോയിൻ ചെയ്യാൻ പറഞ്ഞു കൊടുക്കാം. പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവർക്ക് ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അതേ ഷോള് ഫിനിഷിങ്ങിൽ ഈ ഒരു രൂപത്തിലാണ് വരുന്നത്. വൈറ്റ് ഷോൾ ഇടുന്നവർക്ക് വൈറ്റ് ഷോൾ ഇടാം, ബ്ലാക്ക് ഷോൾ ഇടുന്നവർക്ക് ബ്ലാക്ക് ഷോൾ ഇടാം, പ്ലെയിൻ ബ്ലാക്ക് ഇടാം, ഒക്കെ നിങ്ങളെ ഇഷ്ടം. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്പറിലാണ് ചെയ്യുമ്പം കുഴഞ്ഞ് നിൽക്കുന്ന ഇങ്ങനെ ഒഴുകി നിൽക്കുന്ന തുണി എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. നല്ലൊരു വീഡിയോയിലേക്കൂടെ വീണ്ടും കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.